പെബിൾസ് മലയാളം. കൃത്യത പാലിക്കുക. മനുവും ബോസും സുഹൃത്തുക്കളാണ്. മനുവും ബോസും അവരുടെ പ്രവൃത്തികളിൽ തുല്യരായിരുന്നു, പഠിപ്പിലായാലും സ്പോർട്സിലായാലും. ബോസ്, സ്കൂളിൽ പോവാൻ സമയമായി. നീ വരുന്നോ ഇല്ലേ? 2 മിനിറ്റ്, ഞാൻ വരുന്നു. ഈ ഷൂ ഇടട്ടെ, എന്നിട്ട് വരാം. മനു തന്റെ എല്ലാ പ്രവൃത്തികളിലും കൃത്യതയും ചിട്ടയും പാലിച്ചിരുന്നു. പക്ഷേ ബോസ് ഒരല്പം മടിയനായിരുന്നു. ഓരോ കാര്യങ്ങളും അവൻ മാറ്റിവെച്ചുകൊണ്ടേയിരിക്കും. ബോസ്, നീ നോട്ടീസ് ബോർഡ് കണ്ടോ? അടുത്ത ആഴ്ച ഒരു മത്സരം നടക്കാൻ പോവുകയാണ്. വിഷയം എന്താണെന്നറിയാമോ? ഞാൻ നോട്ടീസ് ബോർഡ് കണ്ടില്ലല്ലോ. നീ പറ, എന്താ മത്സര വിഷയം? ഇത് ക്രിക്കറ്റിനെ കുറിച്ചുള്ളതാ. വിജയിക്ക് കിട്ടുന്ന സമ്മാനം എന്താണെന്നറിയാമോ? ഒരു ക്രിക്കറ്റ് ഗിയർ. എന്ത്? ക്രിക്കറ്റ് ഗിയറോ? ഓ, അപ്പൊ ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കും. ഞാനും പങ്കെടുക്കും. നമ്മൾ ക്രിക്കറ്റിനെ കുറിച്ച് 2 പേജ് വരുന്ന ഒരു എസ്സേ എഴുതണം. എന്നിട്ടത് തിങ്കളാഴ്ചക്ക് മുമ്പ് കൊടുക്കണം. ഓ, തിങ്കളാഴ്ച. അതിനിനിയും 5 ദിവസം ഉണ്ടല്ലോ. ധാരാളം സമയമുണ്ട്. പക്ഷേ നമ്മൾ അതിനുള്ള വിവരങ്ങൾ ശേഖരിക്കണ്ടേ? നമുക്ക് നാളെ ലൈബ്രറിയിലേക്ക് പോകാം. അടുത്ത ദിവസം ബോസ്, വാ, നമുക്ക് ലൈബ്രറിയിലേക്ക് പോകാം. ഇല്ല, ഞാൻ കളിക്കാൻ പോവാ. ശനിയാഴ്ച അവധിയല്ലേ? അന്ന് ഞാൻ ലൈബ്രറിയിലേക്ക് പൊക്കോളാം. നീ പൊയ്ക്കോ. മനു ക്രിക്കറ്റിനെ കുറിച്ചുള്ള ഉപന്യാസം എഴുതി. എന്നിട്ടത് വെള്ളിയാഴ്ച തന്നെ കൊടുക്കുകയുണ്ടായി. എന്നാൽ ബോസ് അത് തിങ്കളാഴ്ച കൊടുക്കാമെന്ന് തീരുമാനിച്ചു. തിങ്കളാഴ്ച. ബോസ്, വാ, സ്കൂളിലേക്ക് പോകാൻ വൈകി. മനു, നീ പൊയ്ക്കോ. ഞാൻ കുറച്ച് താമസിച്ചേ വരൂ. അങ്ങനെ മനു സ്കൂളിലേക്ക് പോയി. ബോസ് സ്കൂളിൽ അരമണിക്കൂർ കഴിഞ്ഞാണ് എത്തിയത്. അവൻ ഉപന്യാസം കൊടുക്കാൻ ടീച്ചറുടെ അടുത്തേക്ക് ഓടി. എന്റെ മേശപ്പുറത്ത് വെച്ചിട്ട് വേഗം ക്ലാസ്സിലേക്ക് പോയിക്കോ. വൈകുന്നേരം. ബോസ്, ഇവിടെ വാ. നിന്റെ ഉപന്യാസം എനിക്ക് സ്വീകരിക്കാനാവില്ല. കാരണം നീ അത് തരാൻ വളരെ വൈകി. സത്യം പറഞ്ഞാൽ നിന്റെ ഉപന്യാസം മനോഹരമായിരുന്നു. മനുവിനേക്കാൾ നല്ലത്. മനു, നിനക്കാണ് ഫസ്റ്റ് പ്രൈസ്. ബോസ്, നീ ഉപന്യാസം ആദ്യം തന്നിരുന്നെങ്കിൽ നിനക്കായിരിക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ടാവുക, തീർച്ച. സോറി ടീച്ചർ. ഇനിയെങ്കിലും നീ നിന്റെ തെറ്റു തിരുത്തണം. കൃത്യനിഷ്ഠത പാലിക്കുക. കാര്യങ്ങൾ ദിവസേന തന്നെ ചെയ്തു തീർക്കണം. നീ വെറുതെ വിഷമിക്കേണ്ട കാര്യമല്ല ബോസ്. ഇനിയെങ്കിലും നീ കാര്യങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് മാറ്റിവെക്കരുത്. എന്റെ സമ്മാനം ഞാൻ നിന്റെ കൂടെ പങ്കിടാം. വാ, നമുക്ക് പോകാം. അന്നു മുതൽ ബോസ് കൃത്യനിഷ്ഠ പാലിച്ചു. ഇത് മാതാപിതാക്കളെയും അധ്യാപകരെയും സന്തോഷിപ്പിച്ചു. പെർഫോമൻസ്. സംഗീതമോ നാടകമോ മറ്റോ അവതരിപ്പിക്കുക. പങ്ക്ച്വൽ. കൃത്യനിഷ്ഠയോടെ പ്രവർത്തിക്കുക. സ്നേഹം മധുരമാണ്. സോമദത്തൻ എന്ന ഒരു രാജാവ് ഭരിച്ചിരുന്ന രാജ്യത്ത് ഒരു മാവ് നിൽപ്പുണ്ടായിരുന്നു. അതിൽ എപ്പോഴും രുചികരമായ മാങ്ങകൾ കായ്ച്ചു നിൽക്കുമായിരുന്നു. എന്തൊരു അത്ഭുതം! ഇത് മാമ്പഴക്കാലമല്ലല്ലോ, എന്നിട്ടും ഈ മരത്തിൽ നിറയെ മാമ്പഴങ്ങളുണ്ട്. എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ഈ മാവ് മുഴുവൻ മാങ്ങകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണല്ലോ. എല്ലാ വർഷവും ഈ മാവിൽ നിന്നും ഇങ്ങനെ മാങ്ങകൾ കിട്ടിയാൽ മതിയായിരുന്നു. ഓ അതെയോ? തീർച്ചയായും ഇതിന് നല്ല മധുരം ഉണ്ടാവും. ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു മാമ്പഴം കഴിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങൾ ഭാഗ്യവാന്മാരാ. അതെ, നമ്മൾ ഈ മരത്തെ നമ്മുടെ കുട്ടികൾക്ക് തുല്യമായി സ്നേഹിക്കണം. ഓരോ ദിവസവും ആയിരക്കണക്കിന് വഴിപോക്കർ ആ മാവിലുള്ള മാമ്പഴങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. പക്ഷേ അത് മാമ്പഴം കൊണ്ട് നിറഞ്ഞു നിന്നിരുന്നു. സോമദത്തൻ എന്ന മഹാരാജാവും ഈ അത്ഭുതകരമായ മാവിനെക്കുറിച്ച് അറിഞ്ഞു. യോദ്ധാവേ, എനിക്ക് ആ മരം കണ്ടേ പറ്റൂ. പോകാം. രാജാവ് ആ മാവ് സന്ദർശിച്ചു. അദ്ദേഹത്തിന് അതിന്റെ പഴങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു. യോദ്ധാവേ, മഹാറാണിക്ക് വേണ്ടി കുറച്ച് പഴങ്ങൾ പറിക്കൂ. അങ്ങനെ രാജാവ് ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിലുള്ള മാമ്പഴങ്ങൾ ഭക്ഷിക്കുമായിരുന്നു. ആ മരത്തെ സംരക്ഷിക്കാനായി ചില ഭടന്മാരെയും നിയോഗിച്ചു. ആർക്കും ആ മരത്തിന്റെ അടുത്തേക്ക് പോകാൻ പോലും അനുവാദമില്ല. കാരണം അത് മഹാരാജാവിന്റെ മരമായി മാറിയിരിക്കുന്നു. ആ മരത്തിന് കുറേശ്ശെയായി സന്ദർശകർ കുറഞ്ഞു. ഇത് ആ മരത്തെ ബാധിച്ചു.
പഴയതുപോലെ അതിൽ മാങ്ങകൾ നിറയെ കായ്ക്കുകയുണ്ടായില്ല. അങ്ങനെ ആ മരം ഉണങ്ങാൻ തുടങ്ങി. അതിലെ മാങ്ങകൾ കുറേശ്ശെയായി കുറഞ്ഞുകൊണ്ടേയിരുന്നു. എന്തുപറ്റി? നാം ആജ്ഞാപിക്കുന്നു, ഏറ്റവും നല്ല തോട്ടക്കാരനെ ആ മരത്തെ നോക്കാൻ നിയമിക്കൂ. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല. മഹാരാജാവ് വിഷമിച്ചു. അങ്ങനെയിരിക്കെ രാജമഹർഷി മഹാരാജാവിനെ സന്ദർശിച്ചു. മഹാരാജൻ, ഇതുതന്നെയാണ് സ്നേഹവും സന്തോഷവും ലഭിക്കാത്തവർക്കെല്ലാം സംഭവിക്കുക. അങ്ങ് എന്താണ് പറയുന്നത്? അതെ മഹാരാജൻ, മരം ദുഃഖിക്കുന്നുണ്ട്. കാരണം അതിനെ സ്നേഹിച്ചവർ ഇന്നതിനെ കാണാനായി വരുന്നതേയില്ല. പണ്ട് അത് തന്റെ മരത്തിലെ പഴങ്ങൾ മുഴുവനും ഇവിടുത്തെ ജനങ്ങൾക്ക് ദാനമായി കൊടുത്തുകൊണ്ടിരുന്നു. അതായിരുന്നു രാജൻ അതിന്റെ സന്തോഷം. എല്ലാവരും അതിനെ സ്നേഹിച്ചു. അവരുടെ അനുഗ്രഹം ആ മരത്തെ സന്തോഷിപ്പിച്ചിരുന്നു. ഇപ്പോൾ അങ്ങയുടെ ഭടന്മാർ ആ പഴം തിന്നാൻ ആരെയും അനുവദിക്കുന്നില്ല. ഇതാ മരത്തെ വേദനിപ്പിച്ചു. അതിപ്പോൾ മരിക്കുകയാണ് രാജൻ. ഓ, നാം എന്തൊരു വിഡ്ഢിത്തരമാണ് കാണിച്ചത്. ഭടന്മാരെ, നമുക്ക് കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാം. ഉടൻ തന്നെ രാജാവ് തന്റെ ഭടന്മാരെ അവിടെ നിന്നും മാറ്റി. വീണ്ടും ആ മരം ജനങ്ങളുടെ മരമായി മാറി. മാവ് വീണ്ടും മാമ്പഴങ്ങൾ കൊണ്ട് നിറഞ്ഞു. മിറക്കിൾ. എന്തെങ്കിലും അസാധാരണമായി സംഭവിക്കുക. നർച്ചർ. വളരാൻ അനുവദിച്ച് സഹായിക്കുക. ബ്ലണ്ടർ. ഏറ്റവും വലിയ വിഡ്ഢിത്തം. ബാബു 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഒരു ദിവസം സ്കൂളിൽ വെച്ച്, സ്റ്റുഡൻസ്, ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്ത ഒരു നല്ല പ്രവൃത്തി എന്താണെന്ന് ഓരോരുത്തരായി പറയാമോ? സർ, ഞാനൊരു വയസ്സായ മനുഷ്യനെ റോഡ് കടക്കാൻ സഹായിച്ചു. കൊള്ളാം. സർ, ഞാനൊരു മുറിവേറ്റ നായെ സഹായിച്ചു സർ. കൊള്ളാം. ബാബു, ഇനി നീയാണ് പറയേണ്ടത്. സർ, ഇന്ന് ഞാൻ മരച്ചില നട്ടു. ഇന്ന് ചെടികൾ നനച്ചു. ഓ, അത് കൊള്ളാമല്ലോ. ചെടിക്ക് വെള്ളം നനച്ചത്രേ. ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം ചിരിച്ചു. ചിരിച്ചത് മതി. നിങ്ങളെക്കാളെല്ലാം മികച്ച പ്രവൃത്തിയാണ് അവൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ധാരാളം കാടുകൾ നശിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നമ്മൾ പ്രകൃതിയെ സ്നേഹിക്കണം. പകരം നമ്മൾ അതിനെ നശിപ്പിക്കുന്നു. നമ്മുടെ ആവശ്യങ്ങൾക്കായി എണ്ണമില്ലാത്ത മരങ്ങൾ നമ്മൾ മുറിച്ചുകൊണ്ടിരിക്കുന്നു. മരങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. ഇന്നു മുതൽ എല്ലാവരും വീട്ടിൽ ഒരു നല്ല ചെടി നട്ടുവളർത്തുവാൻ തീരുമാനിക്കണം. ക്ഷമിക്കണം സർ, ഇന്നു മുതൽ ഞങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിച്ച് അവയ്ക്ക് പതിവായി വെള്ളം നനയ്ക്കാം. സർവൈവൽ. ജീവനോടെയിരിക്കുന്ന അവസ്ഥ. സാപ്ലിംഗ്. ചെറിയ മരം. പപ്പ്. നായ, ചെന്നായ തുടങ്ങിയ പല മൃഗങ്ങളുടെയും കുട്ടികൾ. വ്യത്യസ്തരാവുക. ഒരു ദിവസം വിശന്നു വലഞ്ഞ ഒരു കുറുക്കൻ ഭക്ഷണം തേടി കാട്ടിൽ അലഞ്ഞു നടന്നുകൊണ്ടിരുന്നു. അവൻ നടന്ന് ഒടുവിൽ അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു. കുറുക്കൻ ഗ്രാമത്തിലെത്തിയപ്പോഴേക്കും നേരം നന്നായി ഇരുട്ടിയിരുന്നു. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു. പക്ഷേ നായ്ക്കൾ എന്നെ ആക്രമിക്കാതിരുന്നാൽ മതിയായിരുന്നു. പെട്ടെന്ന് കുറുക്കൻ ആപത്ത് മനസ്സിലാക്കി. അവൻ നായ്ക്കളുടെ കുര കേട്ടു. ഓ, അവറ്റകൾ എന്റെ മണം പിടിച്ചിരിക്കുന്നു. ഏത് നിമിഷവും അവറ്റകൾ ഇവിടെ എത്തും. അതിനു മുമ്പ് ഞാൻ എവിടെയെങ്കിലും ഒളിക്കണം. അതെ, അവിടെ ഒരു വലിയ വീപ്പ കാണുന്നു. ഞാൻ അതിനകത്തേക്ക് ചാടാൻ പോവുക, എങ്കിലേ രക്ഷയുള്ളൂ. അങ്ങനെ കുറുക്കൻ നീല ചായം നിറച്ചിരുന്ന വീപ്പയ്ക്കകത്തേക്ക് ചാടി. ഞാനിവിടെ കുറച്ചുനേരം മറഞ്ഞിരിക്കും. പേടിച്ചരണ്ട കുറുക്കൻ വീപ്പയ്ക്കകത്ത് തന്നെ ഇരുന്നു. നായ്ക്കൾ പോയെന്ന് ഉറപ്പുവരുന്നതുവരെ അവിടെ ഇരുന്നു. എന്നിട്ട് പതുക്കെ അവൻ ചായം നിറച്ച വീപ്പയിൽ നിന്നും പുറത്തു വന്നു. അവൻ സ്വയം അതിശയിച്ചു പോയി. ഞാൻ നീല നിറമായിരിക്കുന്നു. എന്റെ ചെവികളും എന്റെ മൂക്കും, എന്റെ വാലും നീല നിറമായിരിക്കുന്നു. ഇനി ഞാൻ എന്താണ് ചെയ്യുക?
അവൻ പതുക്കെ കാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി. അടുത്ത ദിവസം നേരം വെളുത്തു. അവനെ കണ്ട മൃഗങ്ങളെല്ലാം പെട്ടെന്ന് പുറകോട്ടു മാറി. എന്നിട്ട് പേടിച്ചോടാൻ തുടങ്ങി. ആ, അവർക്കെല്ലാം എന്നെ പേടിയാ. ഈ അവസരം ഞാൻ എങ്ങനെയെങ്കിലും മുതലെടുക്കും. ഇവരോട് നയത്തിൽ പെരുമാറാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എങ്ങോട്ടാ ഓടുന്നത്? തിരിച്ചു വാ, എന്നിട്ട് ഞാൻ പറയുന്നത് കേൾക്ക്. മൃഗങ്ങൾ മടിച്ചു നിന്നു, ഓട്ടം നിർത്തി. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. മൃഗങ്ങൾ കുറുക്കന്റെ അരികിൽ കൂടി നിന്നു. നിങ്ങൾ എന്നെയും എന്റെ രൂപത്തെയും പേടിക്കരുത്. എന്റെ അടുത്ത് നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ രാജാവാകാൻ ദൈവം എന്നെ അയച്ചിരിക്കുകയാ. ഞാനൊരു പ്രത്യേകതരം മൃഗമാ. നിങ്ങളെ ഞാൻ സംരക്ഷിക്കും. മഹാരാജാവേ, അങ്ങ് ഞങ്ങളുടെ രാജാവാകുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കൃതാർത്ഥതയോടെ ഞങ്ങൾ താങ്കളെ സ്വീകരിക്കുന്നു. താങ്കളെ ഇവിടേക്ക് അയച്ചതിന് ദൈവത്തിന് നന്ദി. അങ്ങയെ സന്തോഷിപ്പിക്കാൻ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ദയവായി അങ്ങ് പറഞ്ഞാലും. മഹാരാജാവിനെ നിങ്ങൾ പരിപാലിക്കണം. എനിക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഭക്ഷണവും കൊണ്ടുവന്നു തരണം. അത് എല്ലാവരുടെയും കടമയാണ്. തീർച്ചയായും മഹാരാജാവേ, താങ്കളുടെ സൗകര്യത്തിന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്തു തരും. ഞങ്ങൾ വേറെ എന്തൊക്കെയാണ് അവിടത്തേക്കായി ചെയ്യേണ്ടത്? നിങ്ങൾ എല്ലാവരും രാജാവിനോട് വിശ്വസ്തരായിരിക്കണം. അപ്പോൾ രാജാവ് നിങ്ങളെ ശത്രുക്കളിൽ നിന്നും സംരക്ഷിക്കും. ആ നിമിഷം മുതൽ എല്ലാ മൃഗങ്ങളും തങ്ങളുടെ മഹാരാജാവിനെ നന്നായി പരിപാലിച്ചു. കുറുക്കൻ ശരിക്കും ഒരു രാജാവിനെ പോലെ ജീവിച്ചു. ദിവസവും മൃഗങ്ങൾ പ്രശ്നങ്ങളുമായി അവന്റെ അടുക്കൽ എത്തും. ഒരു ദിവസം രാജാവ് സിംഹാസനത്തിലിരിക്കുമ്പോൾ, എന്താണൊരു ശബ്ദം കേൾക്കുന്നത്? അത് കുറുക്കന്മാർ ഓലയിടുന്നതാണ്. ഓ, കുറെ വർഷങ്ങൾക്ക് ശേഷമാ എന്റെ വംശത്തിലുള്ളവരുടെ ശബ്ദം ഞാൻ കേൾക്കുന്നത്. ആ ശബ്ദം കേട്ടപ്പോൾ അവൻ അതിയായി സന്തോഷിച്ചു. അവന്റെ കണ്ണുകളിൽ സന്തോഷം കൊണ്ട് കണ്ണുനീർ നിറഞ്ഞു. പഴയകാലത്തെ ഓർമ്മകൾ കുറുക്കന്റെ മനസ്സിലേക്ക് ഓടിക്കയറി. സന്തോഷത്തിനിടയിൽ താനൊരു രാജാവാണെന്ന കാര്യം തന്നെ അവൻ മറന്നു. എന്നിട്ട് ആ നീലക്കുറുക്കൻ തന്റെ തല ഉയർത്തി ഓലയിടാൻ തുടങ്ങി. അവൻ ഓലയിടുന്നു. അവൻ വെറും ഒരു സാധാരണ കുറുക്കനാണ്. അതെ, അവൻ നമ്മെ ചതിച്ചു. അവനെ വെറുതെ വിടാൻ പാടില്ല. ഞാൻ അവനെ കഷ്ണം കഷ്ണങ്ങളായി പിച്ചി ചീന്തും. അയ്യോ, ഞാൻ കുടുങ്ങി. അയ്യോ, രക്ഷപ്പെടുത്ത് ദൈവമേ. തന്ത്രശാലിയായ കുറുക്കൻ പരിതസ്ഥിതി മനസ്സിലാക്കി ഉടനെ അവൻ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവിടെ നിന്നും ഓടി. അസ്റ്റോണിഷ്ഡ്, അത്ഭുതപ്പെടുക. ഹെസിറ്റേറ്റ്, ഉറപ്പില്ലായ്മ കാരണം മടിച്ചു നിൽക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദിയും കൃതാർത്ഥതയും പ്രകടിപ്പിക്കുക. ഇന്ത്യ, എല്ലാ മതങ്ങളുടെയും നാട്. സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇന്ത്യയെ പറ്റിയാണ്. പല മതങ്ങളുടെയും ഭവനം. ഭാരതം ഒരു വലിയ രാജ്യമാണ്. നമ്മുടെ രാജ്യം ഒരു മതേതര രാഷ്ട്രമാണ്. പല മതവിശ്വാസികളും ഇവിടെ ജീവിച്ചു വരുന്നു. അവർക്ക് വ്യത്യസ്തമായ ആരാധനാലയങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്ത് എല്ലാ മതക്കാർക്കും തുല്യമായ മാന്യത നൽകി വരുന്നു. അവർക്ക് മതസ്വാതന്ത്ര്യവുമുണ്ട്. നമ്മുടെ പ്രധാനപ്പെട്ട മതങ്ങൾ ഇവയാണ്: ഹിന്ദുമതം, ഇസ്ലാം മതം, ക്രിസ്തീയ മതം, സിഖ് മതം, ബുദ്ധമതം, ജൈനമതം തുടങ്ങിയവ. ഹിന്ദുക്കൾ അമ്പലങ്ങളിൽ പ്രാർത്ഥിക്കുന്നു, മുസ്ലിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കുന്നു, ക്രിസ്ത്യാനികൾ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നു, സിഖുകാർ ഗുരുദ്വാരകളിലും മറ്റുള്ളവർ അവരവരുടെ ആരാധനാലയങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത് ഒരേ കാര്യം തന്നെയാണ്. എല്ലാ മതങ്ങളും സ്നേഹവും സൗഹാർദ്ദവും സത്യവും മറ്റും പഠിപ്പിക്കുന്നു. ഒരു മതവും വിദ്വേഷവും പകയും ശത്രുതയും തർക്കവും നമ്മെ പഠിപ്പിക്കുന്നില്ല. ഒരു മതവും മോഷണവും സത്യസന്ധതയില്ലായ്മയും അത്യാഗ്രഹവും ആക്രമണവും പഠിപ്പിക്കുന്നില്ല. ഓരോ മതത്തിനും അവരവരുടേതായ മതഗ്രന്ഥങ്ങളുണ്ട്. ഹിന്ദുക്കൾക്ക് വേദവും ഭഗവത്ഗീതയും ഉപനിഷത്തുമുണ്ട്. മുസ്ലിങ്ങൾക്ക് ഖുറാൻ, ക്രിസ്ത്യാനികൾക്ക് വേദപുസ്തകം. ദൈവം മതങ്ങളെ സൃഷ്ടിച്ചിട്ടില്ല, മനുഷ്യരെ മാത്രമാണ് സൃഷ്ടിച്ചത്. മനുഷ്യത്വമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മതം. നമ്മൾ നല്ലൊരു മനുഷ്യനാവാൻ ശ്രമിക്കണം. ഒരിക്കലും പരസ്പരം വഴക്കിടരുത്. നാം എല്ലാവരും സമാധാനത്തോടെ ജീവിച്ചാൽ ഈ ലോകത്തെ സ്വർഗമാക്കി മാറ്റിയെടുക്കാൻ കഴിയും. ഈ ഒരു കാര്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്.
ബിറ്റർനെസ്, കോപവും കയ്പും നീരസവും തോന്നൽ. ഹേട്രിഡ്, വെറുപ്പും വിദ്വേഷവും തോന്നുക. enmity, ശത്രുത തോന്നുക. പെബിൾസ് മലയാളം